ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വധു എന്ന ഒരു തെലുങ്കു സീരീസ് ആണ്. ഈ സ്റ്റോറിയിലെ നായികയ്ക്ക് ഉറപ്പിക്കുന്ന കല്യാണങ്ങളെല്ലാം മാറിപ്പോകുന്നു. അങ്ങനെ അവസാനം അവൾക്ക് ഒരു കല്യാണം നടക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നായിക അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞ് അവിടെ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതെന്തായിരുന്നു, നായിക അത് എങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഈ സീരീസിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കല്യാണ വീട് കാണിക്കുന്നു. അതെ, നമ്മുടെ നായികയായ ഇന്ദുവിന്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. ഇത് അവളുടെ വീടാണ്. അങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികന്റെ വീട്ടുകാരെ ഒരു ദുഃഖ വാർത്ത അറിയുന്നു. നടക്കാനിരിക്കുന്ന ഇന്ദുവിന്റെ കല്യാണം നടക്കില്ല എന്ന്. സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ദുവിന്റെ സ്വന്തം അനിയത്തി ഇപ്പൊ ഇന്ദുവായിട്ട് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന ആ പയ്യനുമായിട്ട് ഒളിച്ചോടി. അങ്ങനെ ഇപ്പൊ കാര്യം അറിഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുന്ന ഇന്ദുവിന്റെ പാരന്റ്സ് ഇന്ദുവിനെ ഈ കാര്യം അറിയിക്കണല്ലോ. അങ്ങനെ അവളുടെ അടുത്ത് വന്ന് പറയുകയാണ്. ഈ കാര്യം അറിയുമ്പോൾ ഇന്ദു ഒരുപാട് സങ്കടപ്പെടുന്നു. ഇതും കൂടി കൂട്ടി മൂന്നാമത്തെ തവണയാണ് ഇതേപോലെ കല്യാണം ഇവിടെ മുടങ്ങുന്നത്. അങ്ങനെ ആ സീനോടെ ാവുന്നു. അവിടെ നിന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ വീണ്ടും ഇന്ദുവിന്റെ വീട് കാണിക്കുന്നു. അത് ഇപ്പൊ ഇന്ദുവിന് പുതിയൊരു ആലോചന സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വീട്ടുകാരെ ആ കല്യാണം ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവൾക്ക് വേണ്ടി ഉറപ്പിച്ചിരിക്കുന്ന പയ്യന്റെ പേര് ആനന്ദ് എന്നാണ്. അങ്ങനെ ഇന്ദുവിന്റെ വീട്ടിൽ കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇന്ദുവിനും അവളുടെ അച്ഛനും അമ്മയ്ക്കെല്ലാം ഭയങ്കര ടെൻഷനാണ്. കഴിഞ്ഞ 3 പ്രാവശ്യം മുടങ്ങിപ്പോയല്ലേ, ഇപ്രാവശ്യം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കല്യാണം മുടങ്ങുമോ എന്ന്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് ഇന്ദുവിനെ കല്യാണം കഴിക്കാനിരിക്കുന്ന ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിന്റെ വീട് കാണിക്കുന്നു. അവരുടെ ഒരു വലിയ കൂട്ടുകുടുംബമാണ്. ഒരുപാട് മെമ്പേഴ്സ് ആ ഫാമിലിയിലുണ്ട്. കല്യാണ തലേന്ന് പെണ്ണിന്റെ വീട്ടിൽ സാരിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ആചാരം ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ അതിനുവേണ്ടി ആനന്ദിന്റെ വീട്ടുകാര് അവിടേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ഇവരുടെ ഈ വീട്ടിലെ കംപ്ലീറ്റ് ഡിസിഷനും എടുക്കുന്നത് ആനന്ദിന്റെ അമ്മയാണ്. അവർക്കാണ് ആ വീട്ടിലെ പവർ എന്ന് കാണിക്കുന്നു. ഇപ്പൊ ഈ വീട്ടില് മാനസിക നില ബാധിക്കപ്പെട്ട രീതിയിലുള്ള ഗൗരി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ആനന്ദിന്റെ വലിയമ്മേന്റെ മകളാണ് ഇവള്. ഈ സമയത്ത് ആ വീട്ടിലെ എല്ലാ പവറും ഉള്ള ആനന്ദിന്റെ അമ്മ ആനന്ദ് കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ ഈ ഗൗരി എന്ന് പറയുന്നവളെ ഏതെങ്കിലും മുറി പൂട്ടിയിടണം, ഇങ്ങനെ തുറന്നു വിടരുതെന്നൊക്കെ അവരെല്ലാവരോടും പറയുന്നു. അതിനുശേഷം ചടങ്ങിന് പോകുന്നത് ഇനി ലേറ്റ് ആക്കണ്ട, എത്രയും വേഗം ഇറങ്ങാൻ നോക്കുന്നു അവര് പറയുന്നു. ഇപ്പൊ ആ ചടങ്ങിന് ഇന്ദുവിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത് ആനന്ദിന്റെ അനിയനായ ആര്യയും പിന്നെ ആനന്ദിന്റെ മൂത്ത ചേച്ചിയും പിന്നെ കുറച്ച് റിലേറ്റീവ്സും ആണ്. അങ്ങനെ ഇപ്പൊ പഴങ്ങളും കല്യാണ സാരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അടുത്ത സീനിൽ അവരെല്ലാവരും ഇന്ദുവിന്റെ വീട്ടിലേക്ക് റീച്ച് ആവുകയാണ്. ഇന്ദുവിന്റെ വീട്ടുകാർ ഈ സമയത്ത് വേണ്ട മര്യാദകളെല്ലാം കൊടുത്ത് അവരെ സ്വീകരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ വന്ന് ആ സാരിയും പഴങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കാതെ കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ചേരം കഴിഞ്ഞ് അവർ കൊണ്ടേ കൊടുത്ത സാധനങ്ങളുടെ കൂടെ, അതായത് പഴങ്ങളുടെയൊക്കെ കൂടെ ഒരു ചക്കപ്പഴം ഉണ്ടായിരുന്നു. അതിലെന്തോ ഒരു മുറിപ്പാട് ഇന്ദുവിന്റെ വീട്ടുകാരെ ശ്രദ്ധിക്കുകയാണ്. അതായത് ആ ചക്കപ്പഴം മുറിച്ച് അതിനുള്ളിൽ എന്തോ കയറ്റി വെച്ചിട്ട് അത് സൂചി നൂലും വെച്ച് തുന്നിയതുപോലെയുണ്ട്. അങ്ങനെ ഇപ്പൊ അതിലെന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അവരത് വെട്ടിപ്പൊളിച്ച് നോക്കുവാണ്. അപ്പൊ അതിലൊരു ഇലയായിരുന്നു. അങ്ങനെ ഇത് കണ്ട ഇന്ദുവിന്റെ വീട്ടുകാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിന്റെ ചെക്കന്റെ വീട്ടുകാരുടെ എന്തെങ്കിലും ആചാരമാണോ എന്തായാലും ഒന്ന് വിളിച്ചു ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവരിപ്പോ ആനന്ദിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ഈ കാര്യം ചോദിക്കുവാണ്. ആനന്ദിന്റെ അമ്മേനെയാണ് വിളിച്ചു ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് അവരാകെ ഷോക്കാവുന്നു. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനത്തെ ആചാരമൊന്നുമില്ല, പിന്നെ അത് ഞങ്ങൾ ചെയ്തിട്ടുമില്ല, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയത്തില്ല, ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഇങ്ങനെയും പറഞ്ഞ് ഗോള് കട്ടാക്കി അവര് വീട്ടുകാരെല്ലാം വിളിച്ച് പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു ചോദിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുവാണ്. എന്നാൽ ആർക്കും ഒന്നും അറിയത്തില്ല. ഈ സമയത്ത് ആനന്ദിന്റെ അമ്മേന്റെ ഡൗട്ട് അവിടെ മാനസികമായിട്ട് പ്രശ്നമുള്ള ആ ഗൗരിന്റെ മേലേക്ക് വരുവാണ്. അങ്ങനെ അതിന്റെ പേരിൽ അവളെ ക്രൂശിക്കാൻ വരുന്ന സമയത്ത് എന്തായാലും സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. അതുകൊണ്ട് ഇത് വിട്ടുകളയാനൊക്കെ പറഞ്ഞ് ബാക്കി ഫാമിലി മെമ്പേഴ്സ് അവരെ തടയുവാണ്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് ആനന്ദിന്റെ അമ്മ ഇന്ദുവിന്റെ വീട്ടിലേക്ക് വിളിച്ച് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്കും അറിയത്തില്ല, എന്തായാലും നിങ്ങളത് കാര്യമാക്കണ്ട, ആ ചക്കപ്പഴം എടുത്ത് കളഞ്ഞേക്ക്, അത് യൂസ് ചെയ്യണ്ട, ചടങ്ങിനായി മറ്റൊരെണ്ണം കൊടുത്തയക്കാന്ന് പറയുവാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന ഇന്ദുവിന്റെ വീട്ടുകാര് അതെടുത്ത് കളയാൻ പോകുന്ന സമയം ഇന്ദു അതിന്ന്, അതായത് അതിനുള്ളിലുണ്ടായിരുന്ന ആ ഇലയില്ലേ അതെടുത്തോണ്ട് അവളുടെ മുത്തശ്ശിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അത് കാണിച്ചിട്ട് ഇന്ന പോലെ നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇത് എന്തിന്റെ ഇലയാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്ദുവിന്റെ മുത്തശ്ശി പറയുകയാണ്, മോളെ ഇത് ഉമ്മത്തും പൂവിന്റെ ഇലയാണ്, ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഒരിലയാണിത്. മുത്തശ്ശി ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപ്പൊ ഇതാരായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ഈ സമയത്ത് നായിക ആലോചിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് അന്ന് ഒളിച്ചോടിപ്പോയ ഇന്ദുവിന്റെ അനിയത്തി അവളെ കല്യാണം കഴിച്ച പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി നായികന്റെ കല്യാണം പ്രമാണിച്ച് അവളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് നായികന്റെ കല്യാണം മുടക്കി ഇവളാ പയ്യനോട് ഒളിച്ചോടിയതിനു ശേഷം ഇവളുമായിട്ട് വീട്ടുകാർക്ക് ഒരു ബന്ധമില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ കറന്റ് അവൾക്ക് അവളെ ചേച്ചീന്റെ ഒരു കല്യാണക്കുറി കിട്ടി. അതുകൊണ്ടാണ് ഇപ്പൊ പിണക്കെല്ലാം മാറ്റിവെച്ച് ഇവര് വീട്ടിലേക്ക് തിരികെ വരുന്നത്. എന്നാൽ ഈ കത്ത് നായികന്റെ വീട്ടുകാര് അവൾക്ക് അയച്ചിട്ടില്ല. ഇതെങ്ങനെ അവൾക്ക് കിട്ടിയെന്നുള്ള കാര്യം അറിയത്തില്ല. ഈ കത്ത് കിട്ടിയ സമയത്ത് അവൾ വിചാരിച്ചു വീട്ടുകാരുടെ പിണക്കെല്ലാം മാറി, അതാണ് കത്ത് അയച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ സീനോടെ കട്ടായ അടുത്ത സീനില് രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണിക്കുന്നു. ഇയാൾ ആനന്ദിന്റെ മൂത്ത ചേച്ചീന്റെ ഭർത്താവാണ്. ആനന്ദിന്റെ കുടുംബത്തിലുള്ള സ്വത്തുക്കളിലാണ് ഇയാളുടെ മെയിൻ ചിന്ത. ഈ കുടുംബത്തിന്റെ പേരിൽ ആവശ്യത്തിന് സ്വത്തുക്കൾ ഉള്ളതുകൊണ്ട് ജോലിക്കൊന്നും പോവാതെ അതെല്ലാം ദൂർത്തടിച്ച് യൂസ് ചെയ്ത് നടക്കുന്ന ഒരാളാണ് ഇയാള്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നായിക കല്യാണം കഴിക്കാനിരിക്കുന്ന ആനന്ദിനെ കാണിക്കുന്നു. ഇപ്പൊ അവന്റെ അടുത്തേക്ക് അവന്റെ അനിയനായ ആര്യ വരുവാണ്. അങ്ങനെ അവർ തമ്മിൽ ഈ സമയത്ത് ചില ഫാമിലി മാറ്റേഴ്സ് എല്ലാം സംസാരിക്കുന്നു. ഈ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഓൾറെഡി ആനന്ദിന്റെ അനിയനായ ആര്യന്റെ കല്യാണം കഴിഞ്ഞ് അവനൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന്. അവളുടെ പേര് വൈഷ്ണവി എന്നായിരുന്നു. എന്നാൽ പ്രസന്റ്ലി ഇപ്പൊ അവള് ഈ വീട്ടിലില്ല. എന്തോ ഒരു കാരണം കൊണ്ട് ഇവരവളെ ഇവിടുന്ന് ഇറക്കി വിട്ടു. ഇപ്പൊ അവൾ അവളുടെ വീട്ടിലാണ്. അതിന്റെ കാരണത്തിനെ പറ്റി ആയിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് കല്യാണ വീട്ടിലേക്ക് എത്തിയ നായികന്റെ അനിയത്തിനെ കാണിക്കുന്നു.
വന്നു. വീട്ടിലേക്ക് എത്തി ഉടനെ തന്നെ അവള് നമ്മുടെ നായകനെ വന്ന് കാണുവാണ്. ഓ, ചേച്ചി നല്ല ഒരുങ്ങി ലുക്കായിട്ട് ഇരിക്കുവാണല്ലോ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവള് നായകനോട് സംസാരിക്കുന്ന സമയത്തും അന്ന് നായിക കെട്ടാനിരുന്ന പയ്യനെയും കൊണ്ട് ഒളിച്ചോടിയന്റെ ആ ഒരു ദേഷ്യം മനസ്സിലുള്ളതുകൊണ്ട് നായികയ്ക്കാണെങ്കിൽ അവളുമായിട്ട് അങ്ങ് ചെല്ലാവാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, ഇവരെ കുടുംബത്തിനെ തന്നെ ചീറ്റ് ചെയ്തിട്ട് പോയ, അല്ലെങ്കിൽ അപമാനത്തിലേക്ക് തള്ളി വിട്ടിട്ട് പോയ ഇവളെ ഇപ്പൊ ആരെ കല്യാണത്തിന് വിളിച്ചെന്നും നായിക ആലോചിക്കുന്നു. അങ്ങനെ സീനോടെ കെട്ടായി അടുത്ത സീനില് ആനന്ദുമായിട്ടുള്ള അവൾ ആ കല്യാണം നടക്കാൻ പോവുകയാണ്. അങ്ങനെ ആനന്ദിന്റെ കുടുംബക്കാരെല്ലാം ആ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ടെങ്കിലും മനോനില ബാധിക്കപ്പെട്ട ഗൗരി എന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, അവളെ മാത്രം ആ റൂമിൽ പൂട്ടിയിട്ടിരിക്കുവാണ്. അതായത് ആ കല്യാണത്തിന് കൊണ്ടുപോകുന്നില്ല. അതുപോലെ അവളെ നോക്കാൻ വേണ്ടി അവളുടെ അമ്മയായ ആനന്ദിന്റെ വല്യമ്മേനെ അവിടെ നിർത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ചോറ് കൊടുക്കാൻ വേണ്ടി വല്യമ്മ അവളുടെ റൂമിലേക്ക് വരുന്ന സമയത്ത് വല്യമ്മ ഗൗരിനോട് പറയുകയാണ്, മോളെ ഇന്ന് ആനന്ദിന്റെ കല്യാണമാണ്, വീട്ടുകാരെല്ലാം അവിടേക്ക് പോയിരിക്കുവാണ്. ഇത് കേൾക്കുന്ന ഗൗരി പെട്ടെന്നൊന്ന് ടെൻഷൻ ആവുന്നു. അങ്ങനെ അവൾ അവളുടെ അമ്മേനോട് പറയുകയാണ്, അത് നടക്കാൻ പാടില്ല. അങ്ങനെ ആ കല്യാണം നടന്ന ഈ വീട്ടിൽ പണ്ട് വൈഷ്ണവിക്ക് സംഭവിച്ച പോലെ ഇപ്പൊ ആനന്ദ് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിന് സംഭവിക്കും. ഇത് കേൾക്കുന്ന ഗൗരിന്റെ അമ്മ, ഈ പെണ്ണ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, എന്നോട് പറഞ്ഞിരിക്കട്ടെ, വേറെ ആരോട് ഇത് പറയാൻ നിന്നേക്കരുത്. അങ്ങനെ നീ പറഞ്ഞാ നിനക്ക് ഭ്രാന്ത് കൂടിയെന്നും പറഞ്ഞ് അവര് നിന്നെ വല്ല ആശുപത്രിയിലും കൊണ്ടേയാക്കുന്നൊക്കെ ഗൗരിനോട് പറയുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനില് താലി കെട്ടാനായിട്ട് ആനന്ദ് മണ്ഡപത്തിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ പെണ്ണിനെ വിളിക്കാൻ പറയുന്ന സമയത്ത് വീട്ടുകാരെ റൂമിൽ ചെന്ന് നോക്കുന്ന സമയം നായികൻ അവിടെ കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ ഈ കാര്യം എല്ലാവരും അറിയുമ്പോൾ ഓരോരുത്തരെ അവളെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ കുറെ അന്വേഷിച്ച് കഴിഞ്ഞ് ആ കല്യാണ മണ്ഡപത്തിന് പുറകിലായിട്ടുള്ള ഒരു പഴയ റൂം തുറന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നു ഇന്ദു. ആരോ അവളെ അവിടെ ഇട്ട് പൂട്ടിയതാണ്. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ആട്ടെ, പെണ്ണിനെ തിരിച്ചു കിട്ടിയല്ലോ. അങ്ങനെ ഇപ്പൊ അവളെ പെട്ടെന്ന് വിളിച്ചോണ്ട് വന്ന് അങ്ങനെ ചടങ്ങുകൾ നടത്തുന്നു. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ അടുത്ത സീനില് ഇന്ദുവിന്റെ ആനന്ദിന്റെയും മണിയറ കാണിക്കുവാണ്. ആനന്ദ് എത്തിയിട്ടില്ല, നായിക റൂമിലുണ്ട്. ഈ സമയം അവളുടെ അനിയത്തിയുടെ ഭർത്താവായ പ്രദീപ് ഉണ്ടല്ലോ, അതായത് അന്ന് ഇവളെ കല്യാണം കഴിക്കാനിരുന്ന ആ പയ്യൻ, അവനിപ്പോ ആ മുറിയിലേക്ക് നായകനോട് എന്തോ സംസാരിക്കാനായിട്ട് വരുവാണ്. എന്നാൽ ഇത് കറക്റ്റ് ടൈമിന് ആനന്ദിന്റെ അനിയനായ ആര്യ കാണുന്നു. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ? ഇത് മണിയറയാണ്, നിങ്ങൾക്കുള്ള റൂം താഴെയാ, ഞാൻ കാട്ടിത്തരാമെന്നും പറഞ്ഞ് ആര്യ അവിടുന്ന് പ്രദീപിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ സീനോട് കട്ടായ അടുത്ത സീനില് റൂമിലിരിക്കുന്ന നായികയാണെങ്കിൽ ചുമ്മാ ജനലിന്റെ അടുത്ത് നിന്ന് നിൽക്കുന്ന സമയം ഒരു പെണ്ണിന്റെ രൂപം അവിടെ കൂടി ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് അവൾ കാണുവാണ്. ഇതാരാ ഇവിടെ കൂടി ഇങ്ങനെ നടന്നു പോകുന്നത്? ചിലപ്പോൾ അനിയത്തിയായിരിക്കും. ഇങ്ങനെയും വിചാരിച്ച് നായിക അനിയത്തിന്റെ റൂമിലേക്ക് എന്ന് ഈ രാത്രി സമയത്ത് നീ എന്തിനാ പുറത്തു കൂടി ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കുന്നു. അല്ല ചേച്ചി എന്തീ പറയുന്നത്, ഞാൻ ഇത്ര നേരം റൂമിലുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ അനിയത്തി പറയുമ്പോ ഓ അപ്പൊ ഞാൻ കണ്ടത് മറ്റാരെങ്കിലും ആയിരിക്കും എന്നും പറഞ്ഞ് നായിക അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. അങ്ങനെ റൂമിലെ കുറച്ചേരം ഇരിക്കുന്നുണ്ടെങ്കിലും എന്നാലും പുറത്തുകൂടി നടന്നത് ആരായിരിക്കും? ഇങ്ങനെ നായിക വീണ്ടും ചിന്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവളൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ നേരിൽ കണ്ട സ്ഥലത്തേക്ക് എത്തുന്ന സമയം നായിക അവിടെ നിൽക്കുന്ന കണ്ടിട്ട് അവിടെ ആര്യ ഇറങ്ങി വരുന്നു. ഇന്ദു എന്താ ഇവിടെ ചെയ്യുന്നത്? ഇങ്ങനെ ആര് ചോദിക്കുമ്പോൾ നായിക കണ്ട കാര്യങ്ങൾ അവനോട് പറയുന്നു. ഈ സമയത്ത് അങ്ങനെ ആരും ഇവിടെ വരാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് ചുമ്മാ തോന്നിയതായിരിക്കും എന്നൊക്കെ ഈ സമയത്ത് ആര്യ പറയുന്നു. അങ്ങനെ തോന്നിയതൊന്നുമല്ല, ഞാൻ ശരിക്കും കണ്ടതാ. ഇങ്ങനെയും പറഞ്ഞിട്ട് നായിക കുറച്ചങ്ങ് മുന്നോട്ട് നടക്കുന്ന സമയം അവളുടെ കാലിനടിയിൽ ഒരു സൂചി കുത്തി കയറുന്നു. അവളുടെ കാലിൽ അങ്ങനെ അത് കുത്തി കയറാൻ വേണ്ടി മനഃപൂർവ്വം അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നായികന്റെ കാലിൽ കുത്തി കയറി ചോരയും വരുവാണ്. അങ്ങനെ ഇപ്പൊ വേദനയോട് കൂടി നമ്മുടെ നായിക അത് വലിച്ചൂരി ആ സൂചി ഇങ്ങനെ നോക്കുവാണ്. ഈ സമയത്ത് ആ സൂചിക്ക് ചക്കപ്പഴത്തിന്റെ മണം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നായിക ഇപ്പൊ അത് മണത്തെല്ലാം നോക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം ആനന്ദിന്റെ വീട് കാണിക്കുന്നു. ഇപ്പൊ അവന്റെ അമ്മ അവിടെയുള്ള ബാക്കി കുടുംബക്കാരോടെല്ലാം പറയുകയാണ്, ഇന്നാണ് ആനന്ദ് ഇന്ദുവായിട്ട് ഈ വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. ആ പെണ്ണിവിടേക്ക് വന്ന് കയറിയതിനു ശേഷം ഇവിടെ പണ്ട് നടന്ന കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഈ വീട്ടിൽ ഇനി മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും മറക്കണം. ഒരു കാരണവശാലും വന്നു കയറാൻ പോകുന്ന ഇന്ദു അതിനെപ്പറ്റി അറിയാനും പാടില്ല. അങ്ങനെ ലേഡി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന കുടുംബക്കാരെല്ലാം അതിനെ തലയാട്ടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് ഇന്ദുവിന്റെ വീട് കാണിക്കുന്നു. ഇപ്പൊ ഇന്ദുവിന്റെ അമ്മയും അച്ഛനും കൂടി എന്നാലും പിണക്കമായിരുന്ന ഇന്ദുവിന്റെ അനിയത്തിക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരായിരിക്കും ഇന്ദുവിന്റെ കല്യാണം പറഞ്ഞൊരു കത്തയച്ചെന്ന് അവരങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് ആനന്ദിന്റെ വീട്ടിലേക്ക് എത്തിയ നായികനെ കാണിക്കുന്നു. ഇപ്പൊ അവൾക്ക് ആ വീട്ടിലേക്ക് ഒരു മാരേജ് ഗിഫ്റ്റ് വരുവാണ്. അങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് അതിലൊരു വലിയ സൂചി ഉണ്ടായിരുന്നു. ആ സൂചിക്കും ചക്കപ്പഴത്തിന്റെ മണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ സൂചി അവൾ മണത്ത് നോക്കുവാണ്. അത് മാത്രമല്ല, ഇതേപോലൊരു ഗിഫ്റ്റ് ആരായിരിക്കും തനിക്ക് അയച്ചു വിട്ടേന്നും അവൾ ആലോചിക്കുന്നു. കാരണം ഇതൊരു സാധാരണ ഗിഫ്റ്റ് അല്ലല്ലോ, ഇതെന്തോ ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഇന്ദുവിന് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് നായിക അവളെ റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് അവിടേക്ക് പ്രദീപ് വരുവാണ്. ഇന്നലെ അവളെ കണ്ട് സംസാരിക്കാൻ വന്നിട്ട് അത് നടന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയപ്പം അവളോട് സംസാരിക്കാനായിട്ട് വന്നതാണ് ഇയാൾ. അങ്ങനെ ഇപ്പൊ ഇന്ദുവിന്റെ റൂമിലേക്ക് എത്തി അയാൾ പറയുന്ന കാര്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ദു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അന്ന് നമ്മുടെ കല്യാണം മുടങ്ങിപ്പോയില്ലേ, ഇപ്പൊ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴല്ല, നിന്റെ അനിയത്തിക്ക് എന്നെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവളെന്നെ വശീകരിച്ച് അവളുടെ വശത്താക്കി കൊണ്ടുപോയതാണ്. ഇന്ന് അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്. കാരണം എന്താണെന്നാൽ അവളുമായിട്ട് എനിക്ക് ഒത്തുപോകാനേ കഴിയുന്നില്ല. എനിക്ക് ഉറപ്പാണ് അവൾക്ക് പകരം നീയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ലൈഫ് ഒരുപാട് ഭംഗിയായേനെ. അങ്ങനെ അവൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന നായിക ഈ സമയത്ത് ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, മാത്രമല്ല ഇനി എനിക്ക് അതൊന്നും കേൾക്കുമോ വേണ്ട, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കുമെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ അവിടേക്ക്, അതായത് ആ റൂമിലേക്ക് ആനന്ദിന്റെ അനിയനായ ആര്യ വരുവാണ്. അങ്ങനെ ഇപ്പൊ ഇവരെ രണ്ടുപേരെ റൂമിൽ കാണുമ്പോൾ അയാൾ ഇവരെ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവരോട് സോറി പറഞ്ഞ് അയാൾ പെട്ടെന്ന് മുറിന്ന് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് നേരെ നായികന്റെ അനിയത്തിനെ വന്ന് കണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഇന്ദുവിന്റെ റൂമിൽ നിൽപ്പുണ്ട്, ഇങ്ങനെയും പറഞ്ഞ് അവളെ കൊളുത്തി വിടുവാണ് അവിടേക്ക്. ഇതറിയുന്ന അവൾക്കാകെ ദേഷ്യം വരുന്നു. അങ്ങനെ അവരെ നോക്കാൻ വേണ്ടി അവൾ പെട്ടെന്ന് റൂമിലേക്ക് ഓടി വരുവാണ്. അങ്ങനെ ഇപ്പൊ അയാൾ പറഞ്ഞല്ലോ, അവരെ രണ്ടുപേരെ റൂമിൽ കാണുന്ന സമയത്ത് അവൾക്കാകെ ദേഷ്യം വരുന്നു. ചേച്ചി, പണ്ട് ഇവരെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ഇരുന്നതാണെങ്കിലും ഇപ്പൊ അവൻ എന്റെ ഭർത്താവാണ്, അത് നിങ്ങൾ മറക്കരുത്. ചെറുപ്പം മുതലേ ഞാൻ ഏത് പയ്യന്മാരെ പറയാൻ നടന്നാലും അവരുടെ ഞാൻ ഇഷ്ടം തുറന്നു പറയുമ്പോൾ അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്കിഷ്ടം നിന്നെയല്ല നിന്റെ ചേച്ചിനെയാണെന്ന്. അത് കേട്ട് കേട്ട് വളർന്നുകൊണ്ട് എനിക്ക് ചേച്ചിനോട് വെറുപ്പായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ചേച്ചിക്ക് കല്യാണാലോചന വന്നപ്പോൾ ഇവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവനെ
ഇവനെ എന്നിലേക്ക് അടുപ്പിച്ച് ഇവനുമായിട്ട് ഒളിച്ചോടിയത്. പ്ലീസ് ദയവീത് ഇവനെയെങ്കിലും എനിക്ക് വിട്ടു തരണം. ഇവനെ എന്റെ അടുത്ത് നിന്ന് ഇല്ലാതാക്കരുത്. എന്നിൽ നിന്ന് ഇവനെ അകന്നു പോയാ ചേച്ചിന്റെ ജീവിതം ഞാൻ തകർക്കും. അത് ഉറപ്പാണെന്നും പറഞ്ഞ് നായികനെ ഒന്ന് വിരട്ടി അവൾ അവിടുന്ന് ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നു. ആക്ച്വലി നടന്ന കാര്യങ്ങൾക്കൊന്നും നായികയ്ക്ക് ഒരു പങ്കുമില്ലല്ലോ. ആ കാര്യം നായിക പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതുപോലും കേൾക്കാതെയാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് ആനന്ദിന്റെ വീട്ടിലേക്ക് എത്തിയ നായികയ്ക്ക് അവർ ചെയ്യാറുള്ള എന്തൊക്കെയോ ചടങ്ങുകൾ ചെയ്യുവാണ്. അതിനിപ്പോ കല്യാണം കഴിഞ്ഞ് പുതിയൊരു പെണ്ണ് വീട്ടിലേക്ക് വന്ന് കയറിയതല്ലേ, അതിന്റെ ചടങ്ങുകളൊക്കെ. ഈ സമയത്ത് റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഗൗരി ഒരു വിൻഡോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുവാണ്, നീ ഒരിക്കലും ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ പണ്ട് വൈഷ്ണവിക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ നിനക്ക് സംഭവിക്കും. അതുകൊണ്ട് നീയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ ഗൗരി ഈ കാര്യങ്ങൾ ഒച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ഇത് കേൾക്കുന്ന നായിക ആകെ ഷോക്കാവുന്നു. അതുപോലെ ഇങ്ങനൊരു ക്യാരക്ടർ, അതായത് ഗൗരി ഇവിടെയുള്ള കാര്യം നായിക അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഗൗരി ഇപ്പൊ ഇങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നായികന്റെ അമ്മയമ്മയ്ക്ക്, അതായത് ആനന്ദിന്റെ അമ്മയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. അവര് മുൻകൂറായിട്ട് തന്നെ കുടുംബക്കാരോട് പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്ദു ഗൗരീനെ കാണാൻ പാടില്ല, അതല്ല കുടുംബത്തിൽ നടന്ന പഴയ കാര്യങ്ങളൊന്നും ഇന്ദു അറിയാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ ഇപ്പൊ ആദ്യ ദിവസം തന്നെ അതെല്ലാം തകർന്നു പോയില്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് ആനന്ദിന്റെ മൂത്ത ചേച്ചിനോട് നായിക റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ നായിക ഇന്ന് അങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞ ആ പെണ്ണ് ആരാണ്, അതായത് ഗൗരീനെ പറ്റിയാണ് ചോദിക്കുന്നത്. അവളെ എന്തിനാ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്, അതുപോലെ അവളൊരു വൈഷ്ണവി എന്ന് പറഞ്ഞ പെണ്ണിനെ പറ്റി പറഞ്ഞില്ലേ, അതാരാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന ആനന്ദിന്റെ ചേച്ചി പഴയ കാര്യങ്ങളൊന്നും ഇന്ദു അറിയാൻ പാടില്ല എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാതെ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് നായിക ഇന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു വന്ന് അവളും ഒന്ന് ബാക്കിയുള്ളവരോട് പറയുവാണ്. ഇത് കേൾക്കുന്ന ആനന്ദിന്റെ അമ്മ വീണ്ടും ടെൻഷൻ ആവുന്നു. പഴയ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയ അവൾ ഇങ്ങനെയെല്ലാം ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് അവളെ ഇന്ന് അതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഗതികേടിന് ആദ്യ ദിവസം തന്നെ എല്ലാം അവൾ അറിഞ്ഞില്ലേ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആനന്ദിന്റെ അമ്മ ദേഷ്യപ്പെടുന്നു. ഇതേസമയം റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ നായിക മറ്റൊരു മുറിയിൽ നിന്ന് അവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് പുറത്തു നിന്ന് കേൾക്കുവാണ്. അങ്ങനെ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അതിലൂടെ തന്നെ നായിക മനസ്സിലാക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായിക ഈ കാര്യം വീട്ടുകാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അതിന്റെ അടുത്ത വേലക്കാരനോട് ചോദിക്കാന്ന് വിചാരിച്ച് അവരോട് വളരെ സീക്രട്ട് ആയിട്ട് ചോദിക്കുവാണ്. അയ്യോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ഈ സമയത്ത് ആ വേലക്കാരിയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അടുത്ത സീനിൽ അവരും വന്ന് നായിക ഇങ്ങനെ ചോദിച്ചു വന്ന് ആനന്ദിന്റെ അമ്മയോട് പറയുന്നു. ഇത് കേൾക്കുന്ന ആനന്ദിന്റെ അമ്മ ഈ കാര്യങ്ങൾ നേരെ പോയി ആര്യനെ അറിയിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനിൽ റൂമിലിരിക്കുന്ന നായികനെ കാണിക്കുവാണ്. നായകന്റെ ഫോണിലേക്ക് ഇപ്പോൾ അവളുടെ അനിയത്തിയുടെ ഭർത്താവായ പ്രദീപ് ഒരു വോയിസ് നോട്ട് അയക്കുന്നു. അന്ന് നമ്മളെ രണ്ടുപേരെ റൂമിൽ വെച്ച് കണ്ടതിന് ശേഷം നിന്റെ അനിയത്തിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടും വാശിയോടും കൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും നിന്നോടും അവൾക്ക് ഭയങ്കര ദേഷ്യമുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും കേൾക്കണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ അയാൾ അയച്ച ആ വോയിസ് നോട്ട് എല്ലാം നായിക കേട്ടോണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആനന്ദിന്റെ അനിയനായ ആര്യ അവിടേക്ക് വന്ന് ഇതെല്ലാം കേൾക്കുന്നു. എന്തോ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് യാദൃശികമായിട്ട് അയാൾ അത് കേട്ടതാണ്. അടുത്ത സീനിൽ അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നായകന്റെ ഭർത്താവായ ആനന്ദിനോട് പറയുന്നു. ചേട്ടാ എനിക്കെന്തോ അവരെ എന്തോ ഡൗട്ട് തോന്നുന്നു. കല്യാണത്തിന് അന്ന് ഇവരെ രണ്ടുപേരെയും ഞാൻ ആ റൂമിൽ ഒരുമിച്ച് കണ്ടതാണ്. അന്നേ എനിക്ക് അവരെ ഒരു ഡൗട്ട് തോന്നിയുകൊണ്ട് ഞാൻ അവരെ പറ്റിയൊന്ന് അന്വേഷിച്ചായിരുന്നു. ആ പ്രദീപുമായിട്ട് ഇതുവിന്റെ കല്യാണം ഒന്ന് ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ കല്യാണത്തിന് അന്ന് അവളുടെ അനിയത്തി അയാളെ കൊണ്ട് ഒളിച്ചോടി. അപ്പം നടക്കാതിരുന്ന കല്യാണം മുടങ്ങി പോയതിന്റെ വിഷമം അവർക്കുണ്ടാവുമല്ലോ. ഇന്ന് റൂമിലേക്ക് പോയ സമയത്ത് അയാൾ അയച്ച ഒരു വോയിസ് നോട്ട് കേട്ടോണ്ടിരിക്കുന്ന ഇന്ദുവിനെ കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ ഇനിയും ചേട്ടനോട് മറച്ചു വെച്ചാൽ ശരിയാവില്ല, പറയണം തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞതെന്നും ഈ സമയത്ത് ആര്യ പറയുന്നു. അങ്ങനെ ഇപ്പൊ ആര്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട ആനന്ദാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് നായകനോട് അവളുടെ അമ്മായിയമ്മ പറയുവാണ്, മോളെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം 2 ദിവസം കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് ആ സമയം വരെ നിങ്ങൾ ഒരുമിച്ച് കിടക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ശാന്തി മുഹൂർത്തം ആവുന്നോളം വരെ നീ എന്റെ മൂത്ത മകള് പത്മേന്റെ കൂടെ കിടന്നാൽ മതിയെന്നും അവര് പറയുന്നുണ്ട്. ഇതിന് നായിക ശരി അമ്മ എന്ന് പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് ആനന്ദ് വീട്ടിലേക്ക് എത്തുവാണ്. എന്നിട്ട് നേരെ അയാളെ റൂമിലേക്ക് എത്തി ഇന്ന് ആര്യ പറഞ്ഞ കാര്യത്തിനെ പറ്റി അവളോട് ചോദിക്കുന്നു. അവളുടെ അനിയത്തിനെ പോലെ തന്നെയാണ് ഇയാൾ ചിന്തിക്കുന്നതെന്ന് അറിയുന്ന സമയത്ത് അവൾക്കാണെങ്കിൽ അയാളോട് ദേഷ്യം തോന്നുന്നു. അങ്ങനെ നായിക അവനോട് നിങ്ങൾ സംശയിക്കുന്ന പോലെ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല, എനിക്കതിന്റെ കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അന്ന് രാത്രി അമ്മായിയമ്മ പറഞ്ഞ നായിക പത്മേന്റെ കൂടെയാണ് കിടക്കുന്നത്. അങ്ങനെ പാതിരാത്രി ആവുമ്പോൾ, അതായത് നായിക ഒന്ന് ഉറക്കം പിടിച്ചു വരുന്ന സമയത്ത് ആരും നിലവിളിക്കുന്നതായിട്ട് നായിക കേൾക്കുന്നു. അതാരായിരിക്കും അങ്ങനെ നിലവിളിച്ചിട്ടുണ്ടാവുക? ഇനി കഥ നടക്കാൻ പോകുന്ന ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് എത്തിയ നായികയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സീരീസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നോക്കാം. അത് ഉടനെ തന്നെ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഈ ഫസ്റ്റ് പാർട്ട് കണ്ട നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.